ശരി, ശ്രീ സിബി സത്യൻ, ഇങ്ങനെ ഈ രീതിയിലാണോ താങ്കളും കാണുന്നത്? ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചത് ശരിയായില്ല, ഇപ്പോൾ ചെയ്യേണ്ടാത്ത ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും വിമർശനമുണ്ട്. അത് മറ്റൊരു ആംഗിളിലാണല്ലോ തുഷാർ വെള്ളാപ്പള്ളിയെ വീട്ടിൽ പോയി സന്ദർശിച്ചത്. മഞ്ജുഷ, ഇതിനകത്ത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയപരമായ വളരെ സ്ട്രിക്ട്ലി ആയിട്ടുള്ള രാഷ്ട്രീയപരമായ നിലപാടിൽ പോയി നോക്കി കാണുകയാണെങ്കിൽ ശ്രീ വി ഡി സതീശൻ കാത്തോലിക്ക ബാവയെ പോയി കണ്ടതും, ശ്രീ രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയെ പോയി കണ്ടതും, ശ്രീ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടതും ഒഴിവാക്കേണ്ട സംഗതികളായിരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യമായ അഭിപ്രായം. കാരണം ജനങ്ങളാണ്, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് UDF വിജയിച്ചത്. അങ്ങനെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് UDF വിജയിച്ച വിജയത്തെ വളരെ ചെറുതാക്കി ഓരോ സംഘടനകളുടെയും സമുദായ നേതാക്കന്മാരുടെയും ഈ പറഞ്ഞ സഹായം കൊണ്ടാണ് വിജയിച്ചത് എന്ന തരത്തിലേക്ക് ഇതിനെ ചുരുക്കുക എന്നത് ജനാധിപത്യത്തിൽ അഭിലഷണീയമായ ഒരു സംഗതിയല്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ശ്രീ വി ഡി സതീശൻ കത്തോലിക്ക ബാവയെ സന്ദർശിച്ചത് വലിയ പ്രശ്നമാകാത്തതിന് പിന്നിലുള്ള ഒരു കാരണം, ആ സമുദായമോ അല്ലെങ്കിൽ ആ നേതാവോ ഈ UDFനെതിരെ പരസ്യമായ ഒരു നിലപാടെടുത്തില്ല എന്നതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അതേസമയം വെള്ളാപ്പള്ളി നടേശനിലേക്ക് എത്തുമ്പോൾ ആ സ്ഥിതി കുറച്ചുകൂടെ മാറുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായിട്ട്, ഞാൻ സാമുദായികപരമായിട്ടല്ല പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട് മുസ്ലിം ലീഗിനെ വിമർശിച്ചതോ മലപ്പുറം ജില്ലയെ വിമർശിച്ചതോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് LDFന് അനുകൂല നിലപാടെടുക്കുകയും പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പരസ്യ ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തൊരു നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസം മന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ശ്രീമതി ബിന്ദു കൃഷ്ണ പോയി കണ്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ താണു വണങ്ങി തിരിച്ചു വരുന്നത് ഒരു കാരണവശാലും കോൺഗ്രസിലെ അണികൾക്ക് ഒരു നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. ഞാൻ ലീഗിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, ഞാൻ സമുദായ ഭാഗത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് സമുദായ നേതാവ് എന്ന രീതിയിൽ തെറ്റില്ല, പക്ഷേ UDFനെയും ലീഗിനെയും ഇത്ര ശക്തമായിട്ട് ആക്രമിച്ച ഒരാളെ പോയി കണ്ടത് അണികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ആ ആംഗിളിൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതെ, ഞാൻ പറയുന്ന മഞ്ജുഷ, ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളാപ്പള്ളി നടേശന് സമുദായ നേതാവ് എന്നല്ല, ഒരിക്കലും നമ്മളൊരു റിവഞ്ച് പൊളിറ്റിക്സിനെ പറ്റിയല്ല ഇവിടെ സംസാരിക്കുന്നത്. ഒരു സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ അതിനു മുമ്പ് തനിക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരെ എല്ലാം ഓടിച്ചെന്ന് അവരോട് പ്രതികാരം ചെയ്യുക എന്ന് പറയുന്ന ഒന്നും ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ല, അതൊന്നും ജനാധിപത്യ മര്യാദയുടെ ഭാഗമല്ല. നമ്മളെല്ലാവരും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ വെള്ളാപ്പള്ളി ഇത്രയും അടിയന്തരമായി പോയി കണ്ട്, അതായത് ഒരുപക്ഷെ UDF അണികൾ ഇത്രയും ആവേശത്തിൽ നിൽക്കുമ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ മുൻകാലങ്ങളിൽ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ പല നേതാക്കന്മാരുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പണ്ട് VM സുധീരനെ തോൽപ്പിക്കാൻ നടന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പണ്ട് ശ്രീ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ നടന്നിട്ടുണ്ട്.